സിൻഡിക്കേറ്റ് യോഗത്തെ പാർട്ടി സമ്മേളനമാക്കി മാറ്റാനുള്ള ശ്രമമാണ് നടന്നതെന്ന് കേരള സർവകലാശാല സിൻഡിക്കേറ്റിലെ BJP അംഗങ്ങൾ. യോഗത്തിന് ശേഷം മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു അംഗങ്ങൾ. രജിസ്ട്രാറുടെ സസ്പെൻഷൻ റദ്ദാക്കാൻ അധികാരം സിൻഡിക്കേറ്റിന് ഇല്ലെന്നും അംഗങ്ങൾ കൂട്ടിച്ചേർത്തു. ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ പരിഗണനയിലാണ്. അതിവിടെ ചർച്ച ചെയ്യാൻ പറ്റില്ല. ആ സസ്പെൻഷൻ നടപടി ശരിയോ തെറ്റോ എന്നുള്ളത് പിന്നീട് ഇനി വരുന്ന സിൻഡിക്കേറ്റിൽ ആ അജണ്ട വെച്ച് വിളിക്കുന്ന യോഗത്തിൽ ചർച്ച ചെയ്യും. റദ്ദാക്കണമെന്നുള്ള ആവശ്യം വന്നു. ആ ആവശ്യം അജണ്ടയ്ക്ക് പുറത്തുള്ളതായതുകൊണ്ട് അധ്യക്ഷ അനുവദിച്ചിട്ടില്ല, വൈസ് ചാൻസലർ അനുവദിച്ചിട്ടില്ല. അതുകൊണ്ട് ഞങ്ങളും അതിൽ നിന്ന് വിട്ടുനിൽക്കുന്നു. യോഗം അവസാനിപ്പിച്ചതിന് ശേഷമാണോ VC പോയതല്ലേ? VC ഇറങ്ങിപ്പോയി. യോഗം അവസാനിപ്പിച്ചതായിട്ട് പ്രഖ്യാപിച്ചിട്ട് അധ്യക്ഷ യോഗം അവസാനിപ്പിച്ചതായിട്ട് പ്രഖ്യാപിച്ചു, റിസോൾവ് ചെയ്തു, ചേംബറിൽ പോയി. ചെയർമാൻ ഓഫ് ദി സിൻഡിക്കേറ്റ്, സ്പെഷ്യൽ സിൻഡിക്കേറ്റ് ഡിസോൾവ് ചെയ്തെന്ന് പറഞ്ഞിട്ട് തന്നെയാണ് പോയിരിക്കുന്നത്. കാരണം അജണ്ടയിൽ ഇല്ലാത്ത ഐറ്റംസ് ചർച്ച ചെയ്യണമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അത് ഡിസോൾവ് ചെയ്തു എന്നിട്ട് തന്നെയാണ് പോയി. അല്ലാണ്ട് ഇറങ്ങിപ്പോക്കൊന്നും ഇല്ലല്ലോ. അതല്ല ചെയ്തിരിക്കുന്നത്. പിന്നെ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് ഒരുപക്ഷെ പാർട്ടി സമ്മേളനമായിരിക്കും, അറിയില്ല. അത് ലീഗലും അല്ല. ഇത് കൃത്യമായിട്ട് ഒറ്റ അജണ്ടയിൽ മാത്രം കൂടിയ ഒരു സ്പെഷ്യൽ അജണ്ട, ഫൈനലൈസ് ദ സ്റ്റേറ്റ്മെന്റ് ഓഫ് ഫാക്ട്സ് ടു ബി ഫൈൽഡ് ബിഫോർ ദ ഹോണറബിൾ ഹൈക്കോർട്ട് ഓഫ് കേരള എന്ന് പറഞ്ഞിട്ട് ഒറ്റ സിംഗിൾ അജണ്ടയിൽ നടക്കുന്ന ഒരു പരിപാടി രാവിലോട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ അതല്ലാണ്ടാക്കാനാണ്, അവരുടെ പ്രമേയം അവതരിപ്പിക്കാനാണ്. പ്രമേയം അവതരിപ്പിക്കാനുള്ള ഒരു വേദിയല്ല ഇത്. കൃത്യമായിട്ട് ഈ ഒരു അജണ്ടയിൽ സ്റ്റിക്ക് ഓൺ ചെയ്യുന്നതിന് പകരം ചെയർമാൻ ഇൻ ദ സെൻസ് വൈസ് ചാൻസലർ പലതവണ പറഞ്ഞു അജണ്ടയിൽ സ്റ്റിക്ക് ഓൺ ചെയ്യാൻ. അവസാനം അജണ്ടയിൽ സ്റ്റിക്ക് ഓൺ ചെയ്യാത്തതുകൊണ്ട് മാത്രം അത് ഡിസോൾവ് ചെയ്യുകയാണെന്ന് പറഞ്ഞിട്ട് തന്നെയാണ് വൈസ് ചാൻസലർ മാറിയത്. ഞങ്ങളുടെ ഡിസന്റ് രേഖപ്പെടുത്തിക്കൊണ്ട് ഞങ്ങൾ അതിൽ നിന്നും മാറി.